ഹോർമുസ് കടലിടുക്ക് രക്തകലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ്. പരസ്പരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുവഴി കടന്നു പോകുന്ന കപ്പലുകൾക്കൊക്കെ തന്നെ ഭീഷണിയായിക്കൊണ്ടാണ് അമേരിക്കയും ഇറാനും പരസ്പരം ഏറ്റുമുട്ടലുകൾ കടലിൽ തുടരുന്നത്. അതിനിടയിൽ ഇപ്പോൾ വരുന്ന വാർത്ത ഒരു ഇന്ത്യക്കാരൻ്റെ രക്തം കൂടി അവിടെ ചിതറിയിരിക്കുന്നു. ഹോർമുസ് കടലിടുക്കിലുണ്ടായ ആക്രമണത്തിലാണ് ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുവഴി കടന്നുപോയ കപ്പലിലെ ക്രൂ മെമ്പറാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ദുബായിൽ നിന്ന് ചരക്കുമായി യമനിലേക്ക് പോയ കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ ദ്വാരകയിൽ നിന്നുള്ള അൽത്താഫ് തലാബ്കർ എന്ന നാവികനാണ് കഴിഞ്ഞ ദിവസം ഒരു ക്രോസ് ഫയറിൽ കൊല്ലപ്പെട്ടു എന്നുള്ള ദാരുണമായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൽഫൈസ് നൂർ സുലൈമാനി എന്ന കപ്പലിലെ 18 ജീവനക്കാരിൽ ഒരാളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട കർ. ഇന്ത്യൻ സെയിലിംഗ് വെസൽസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ആദം ബയ ഇന്ത്യൻ എക്സ്പ്രസിനോട് ഇതിനെക്കുറിച്ചിട്ടുള്ള വിശദാംശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ യുദ്ധസമാനമായ സാഹചര്യത്തിൽ കപ്പൽ ഹോർമുസ് കടലിടുക്ക് കടക്കുന്നതിനിടെയാണ് സംഭവം നടന്നത്. കപ്പലിന്റെ ക്യാപ്റ്റനായിട്ടുള്ള അമീൻ സലേ മുഹമ്മദ് സുംഭാനിയും ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്ന ഇന്ത്യക്കാരനായിട്ടുള്ള കെർ എന്ന് പറയുന്ന യുവാവും അവരുടെ രണ്ടുപേരുടെ റൂം എൻജിൻ റൂമിന് അടുത്തായിരുന്നു. അതോടുകൂടി തന്നെയാണ് അവിടേക്ക് നടത്തിയ ആക്രമണത്തിൽ ഇവർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. സംഭവം നാവിക സമൂഹത്തിലും മരിച്ചയാളുടെ കുടുംബങ്ങളിലും വലിയ ഭയവും അതുപോലെ തന്നെ ഞെട്ടലും ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം ഇത്തരമൊരു സാഹചര്യത്തിൽ നിരപരാധിയായ ഒരു ഇന്ത്യൻ നാവികനെ നഷ്ടപ്പെടുന്നത് അങ്ങേയറ്റം ദുഃഖകരമാണ്. ഈ ഒരു കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് അല്ലെങ്കിൽ ഇന്ത്യ ഇതുവരെ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ബന്ധപ്പെട്ട അധികാരികളുടെ അടിയന്തര ശ്രദ്ധ ഈ കാര്യത്തിൽ അത്യാവശ്യമാണ്. ദുബായിൽ ഇന്ത്യൻ കോൺസുലേറ്റും അനുശോചനം അറിയിച്ചിട്ടുണ്ട്. അൽഫൈസ് നൂർ സുലൈമാനി 1 എന്ന മരക്കപ്പലിൽ 18 പേരാണ് ഉണ്ടായത്. മെയ് 7 ദുബായിൽ നിന്ന് പുറപ്പെട്ട് യമനിലെ മുക്കത്തേക്ക് പോവുകയായിരുന്നു കപ്പൽ. ഈ കപ്പൽ മെയ് 8 പുലർച്ചെ 1 മണിയോടെയാണ് ഇറാൻ US സംഘർഷത്തിന്റെ കേന്ദ്ര ബിന്ദുവായ ഈ കടലിടുക്ക് കടക്കുന്നതിനിടെ വെടിവയ്പുണ്ടായത്. ഇരുപക്ഷവും സമുദ്ര ഗതാഗതം അനുവദിക്കാത്ത കടലിടുക്കാണിത്. ഏതായാലും ഗുജറാത്തിലെ ദ്വാരക ജില്ലയിലെ സലയ ഗ്രാമത്തിൽ നിന്നുള്ള അൽത്താഫ് തലാബ്കർ എന്ന ആളാണ് മരിച്ചത്. അയാൾ ഐവഞ്ചിയിൽ എഞ്ചിൻ ഡ്രൈവറായി സേവനം അനുഷ്ഠിച്ചിരുന്നു. മറ്റൊരു കപ്പലായ പ്രേം സാഗർ മറ്റ് 17 ജീവനക്കാരെയും രക്ഷപ്പെടുത്തി വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിയോടെ ദുബായിൽ എത്തിച്ചതായും അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കോൺസുലേറ്റ് ഷിപ്പിന്റെ ഉടമയെ ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു വരികയാണ്. ഇപ്പോൾ ഇത്രയും വിശദാംശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആക്രമണം ഉണ്ടായത് ഇനി ആരുടെ ഭാഗത്താണ് എന്നുള്ളതിൽ വ്യക്തത വന്നിട്ടില്ല. ഇറാൻ ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ്. ആക്രമിക്കപ്പെട്ടത് ഏത് രാജ്യത്തിന്റെ കപ്പലാണെന്ന വിവരം ഇന്ത്യൻ കോൺസുലേറ്റ് പുറത്തുവിട്ടിട്ടില്ല. ആക്രമിക്കപ്പെട്ടത് ഇന്ത്യൻ കപ്പലാണെന്ന് ചില ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ഷിപ്പിൽ 18 അംഗ ക്രൂ ആണ് ഉണ്ടായിരുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. കടലിലുണ്ടായ സംഭവത്തിൽ ഇന്ത്യക്കാരനായ കപ്പൽ ജീവനക്കാരൻ കൊല്ലപ്പെട്ടതിൽ അനുശോചനം അറിയിച്ചുകൊണ്ടും കപ്പൽ ഉടമയുമായി കോൺസുലേറ്റ് ബന്ധപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരുന്നുണ്ട്. ഈ വിഷയത്തിൽ സാധ്യമായ എല്ലാ സഹായവും കോൺസുലേറ്റ് നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ. അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു എന്നാണ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഔദ്യോഗിക സാമൂഹിക മാധ്യമ കുറിപ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ നാവിക തൊഴിലാളികൾ പുറത്തേക്ക് പഠനം കഴിഞ്ഞ് ജോലിക്കായിട്ട് പോകുന്ന രാജ്യമാണ് ഇന്ത്യ. പല ഭാഗങ്ങളിലായിട്ട് ഒരുപാട് ഇന്ത്യക്കാരാണ് ഇത്തരത്തിൽ കപ്പലുകളിലും മറ്റുമായിട്ട് ജോലി ചെയ്യുന്നത്. ഏകദേശം 3 ലക്ഷം തൊഴിലാളികൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഏതായാലും സർക്കാർ വിവിധ ഇത്തരത്തിലുള്ള ഈ അപകട മേഖലകളിൽ നിന്നുള്ള നാവികരെയൊക്കെ തന്നെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് മേഖലയിൽ നിന്ന് ഏകദേശം 3000 നാവികരെ തിരിച്ചു കൊണ്ടുവന്നു. സമീപ ദിവസങ്ങളിൽ കുറഞ്ഞത് 23 പേര് ഉൾപ്പെടെ ആളുകളെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം തന്നെ ഈ ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ ഇതുവരെയായിട്ട് അമേരിക്ക ഇറാൻ വെടിനിർത്തൽ പ്രാബല്യത്തിൽ ഉണ്ടെങ്കിലും ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ സമ്മർദ്ദം ഏൽപ്പിക്കാനുള്ള ഇറാന്റെ ആക്രമണ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നതായ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് അതുവഴി കടന്നു പോകുന്ന മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെയാണ് ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇറാനുമായി ബന്ധമുള്ള രാജ്യങ്ങളുടെ
കപ്പലുകളാണെങ്കിൽ അമേരിക്കയുമായി ബന്ധമുള്ള രാജ്യങ്ങളുടെ കപ്പലുകളാണെങ്കിൽ ഇറാനും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം ഘടിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിൽ 3 പേർക്ക് അവിടെ പരിക്കേറ്റിരുന്നു. 2 ബാലിസ്റ്റിക് മിസൈലുകളും 3 ഡ്രോണുകളും നേരിട്ടതായി UAE പ്രതിരോധ മന്ത്രാലയവും വ്യക്തമാക്കി. എന്നാൽ ഈ ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും ഇറാൻ തയ്യാറായില്ല. ഇതുവരെ 551 ബാലിസ്റ്റിക് മിസൈലുകളും 29 ക്രൂയിസ് മിസൈലുകളും 2263 ഡ്രോണുകളും നേരിട്ടതായി UAE പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഇതോടെ ഇറാന്റെ ആക്രമണത്തിൽ ആകെ പരിക്കേറ്റവരുടെ എണ്ണം 230 കഴിഞ്ഞു. നയതന്ത്ര പരിഹാരങ്ങൾക്കായുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും അമേരിക്ക അവിവേകപൂർണമായ സൈനിക നടപടികൾ തുടരുകയാണെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പറഞ്ഞിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാനിയൻ എണ്ണക്കപ്പലുകൾക്ക് നേരെ US സേന നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് കടുത്ത പ്രതികരണവുമായി ഇറാൻ രംഗത്തെത്തിയത്. സമ്മർദ്ദങ്ങൾക്ക് ഇറാൻ ഒരിക്കലും വഴങ്ങില്ലെന്നും അറാഗ്ചി X പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. വെള്ളിയാഴ്ച ഇറാൻ തുറമുഖത്തേക്ക് നീങ്ങിയ 2 എണ്ണക്കപ്പലുകൾക്ക് നേരെയും US ആക്രമണം നടത്തിയിട്ടുണ്ട്. ഉപരോധം ലംഘിച്ചെന്ന് ആരോപിച്ചായിരുന്നു നടപടി. ആക്രമണത്തിൽ നാവികർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട്. ഇനി ആ പരിക്കേറ്റ കപ്പലുകളിൽ ഒന്നാണോ ഇപ്പോൾ കൊല്ലപ്പെട്ട ഇന്ത്യൻ നാവികൻ സഞ്ചരിച്ചിരുന്ന കപ്പൽ എന്നുള്ളതിൽ കൂടി സ്ഥിരീകരണം വരാനുണ്ട്. അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് US കപ്പലുകൾക്ക് നേരെയും ആക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് ആരോപിച്ചു. എന്നാൽ ഇറാനിയൻ കപ്പലുകളെ ലക്ഷ്യമിട്ട് അമേരിക്കയാണ് ആദ്യം ആക്രമണം നടത്തിയതെന്നും ഇറാൻ സൈനിക നേതൃത്വം തിരിച്ചടിച്ചു. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 20% കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്കിലെ ഗതാഗത തടസ്സം ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരാൻ കാരണമായി. അമേരിക്കയിൽ ഗ്യാസോലിൻ വില ഗാലന് $4.20 ഉയർന്നതായാണ് റിപ്പോർട്ടുകൾ. ഫെബ്രുവരിയിൽ ആരംഭിച്ച ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന സൈനിക നീക്കം അവസാനിച്ചതായും വെടിനിർത്തൽ കരാർ നിലവിലുണ്ടെന്നുമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. എങ്കിലും ഇറാന്റെ ആണവ പദ്ധതി അടക്കമുള്ള വിഷയങ്ങളിൽ പുതിയ കരാർ ഒപ്പിട്ടില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പാകിസ്ഥാൻ വഴി പുരോഗമിക്കുകയാണ്.